സ്റ്റാർ സിംഗർ 10ാം സീസണിൽ അവതാരകനായി വർഷയ്ക്കൊപ്പം മിഥുൻ രമേശും എത്തിയത് ഷോയ്ക്ക് പുതുമ നൽകിയിരുന്നു. രസകരമായ നിമിഷങ്ങൾ മിഥുനോടെ സ്റ്റാർ സിംഗർ വേദിയിലുണ്ടായി. നേരത്തെ ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവം എന്ന ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയെടുക്കാൻ മിഥുന് കഴിഞ്ഞിരുന്നു. കോമഡി ഉത്സവത്തിലെ പ്രധാന ഹൈലൈറ്റുകൾ വന്നത് മിഥുൻ്റെ ആങ്കറിംഗ് ആയിരുന്നു. സ്റ്റാർ സിംഗറിലേക്ക് മിഥുൻ കൊണ്ടുവന്നതും ഇതേ ഹൈപ്പിന് വേണ്ടിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ വർഷ കുറച്ച് വർഷങ്ങളായി സ്റ്റാർ സിംഗറിന്റെ ആങ്കറാണ്. വർഷയ്ക്കൊപ്പം മിഥുനും എത്തിയതോടെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൂടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മിഥുൻ്റെ വരവിന് ശേഷം വർഷയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനില്ലെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്റ്റാർ സിംഗർ 10ൻ്റെ അവതാരക സ്ഥാനത്ത് നിന്ന് വർഷയെ ഒതുക്കി നിർത്തുകയാണെന്ന് എന്തിനാണെന്നും ആർക്കെങ്കിലും അറിയാമോ? നന്നായി തൻ്റെ ജോലി വർഷ ചെയ്തിരുന്നു എന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. എന്നാൽ മിഥുൻ വന്ന ശേഷം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി വർഷ റോൾ സ്പോൺസർഷിപ്പ് ലിസ്റ്റിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നതിലേക്ക് ചുരുക്കപ്പെട്ടിരുന്നു. മിഥുനാണ് ഏറെ പ്രശസ്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ രണ്ട് അവതാരകർക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഓരോ വരുന്ന പോസ്റ്റുകളും. ചിലർ ഈ അഭിപ്രായം ശരിവച്ചു. TRP കൂടാനായിരിക്കും ഇതിനെ കൊണ്ടുവന്നതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. സ്റ്റാർ സിംഗറിന്റെ പ്രതാപകാലത്ത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ആങ്കർ. അടുത്തിടെ രഞ്ജിനിയെ സ്റ്റാർ സിംഗറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മാജിക് ആയിരുന്നു സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗർ ഞാൻ മിസ് ചെയ്യുന്നു. ചിത്ര ചേച്ചിയോട് എന്നെ എന്താ സ്റ്റാർ സിംഗറിലേക്ക് വിളിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴുള്ള സീസണിൽ വേറെ മാജിക്കാണ്. 2024 ഫിനാലെ അവർ എന്നെ വിളിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. 2014 ഞാൻ അവസാനമായി ഏഷ്യാനെറ്റ് ഷോ ചെയ്യുന്നത്. അതിനുശേഷം എന്നെ വിളിച്ചിരുന്നില്ല. ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഞാൻ എത്രയോ ഷോകൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഷോ ഇത്രയും അടയാളപ്പെടുത്തി? ആ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് വന്നു. എന്തോ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു എന്ന് രഞ്ജിനി ഹരിദാസ് പറയുകയും ചെയ്തു.